പ്രിയ സഹോദരങ്ങളെയും സഹോദരിമാരെയും സുവിശേഷം ഇങ്ങനെ ആരംഭിക്കുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസം ഇരുട്ടായിരിക്കുമ്പോൾ. ആ ഇരുട്ടിലേക്കാണ് മേരി മാഗ്ഡലിൻ നടന്നെത്തുന്നത്. ഇത് വെറും പ്രഭാതത്തിന്റെ ഇരുട്ടല്ല, ഹൃദയത്തിലെ ദുഃഖവും ആശയക്കുഴപ്പവും പ്രത്യാശനഷ്ടവും നിറഞ്ഞ ഇരുട്ടാണ്. ആ ഇരുട്ട് നമ്മിൽ നിന്നുമൊന്നും ദൂരെയല്ല. ജീവിതത്തിൽ പലപ്പോഴും എല്ലാം ഒരു കെട്ടുപോലെ തോന്നും, തുറക്കാൻ കഴിയാത്തൊരു കുരുക്കുപോലെ. ബന്ധങ്ങൾ തകരുന്നു, ഭയങ്ങൾ വളരുന്നു, പ്രശ്നങ്ങൾ മാറുന്നില്ല. ഒരു പഴയ കഥയുണ്ട്, ആരും അഴിക്കാനാവാത്ത ഒരു കുരുക്ക്. അതിനെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഒരടിയോടെ വെട്ടിമാറ്റി. ആരും കരുതാത്ത രീതിയിൽ പ്രശ്നം പരിഹരിച്ചു. അതുപോലെയാണ് ദൈവത്തിന്റെ പ്രവർത്തനം. നമ്മൾക്ക് കഴിയാത്തത് ദൈവം മാറ്റുന്നു. നമ്മൾ വഴിയില്ലെന്ന് കരുതുമ്പോൾ ദൈവം പുതിയ വഴി തുറക്കുന്നു. 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് തന്റെ ലാബിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു പിഴവ് കണ്ടു. പക്ഷെ അതാണ് പെനിസിലിൻ, ലക്ഷക്കണക്കിന് ജീവൻ രക്ഷിച്ച കണ്ടെത്തൽ. പിഴവെന്ന് തോന്നിയത് അനുഗ്രഹമായി മാറി, നാശം പോലെ തോന്നിയത് ജീവമായി മാറി. അതുതന്നെയാണ് ശൂന്യകല്ലറയിൽ സംഭവിച്ചത്. മറിയം മരണത്തെ പ്രതീക്ഷിച്ചു വന്നു. പക്ഷെ കല്ല് ഇതിനകം നീക്കപ്പെട്ടിരുന്നു. അവൾ ഓടി സൈമൺ പീറ്ററിനെയും മറ്റു ശിഷ്യനെയും അറിയിച്ചു. അവരൊക്കെ അതേ കല്ലറയിലേക്ക് വന്നു, അതേ കാര്യങ്ങൾ കണ്ടു. പക്ഷെ പ്രതികരണം വ്യത്യസ്തം. മറിയം കണ്ടപ്പോൾ പറഞ്ഞു, അവനെ എടുത്തുകൊണ്ടുപോയി. പത്രോസ് കണ്ടു, അത്ഭുതപ്പെട്ടു, പക്ഷെ ഉറപ്പായില്ല. പ്രിയ ശിഷ്യൻ കണ്ടു, വിശ്വസിച്ചു. അതേ കല്ലറ, അതേ സത്യങ്ങൾ, വ്യത്യസ്ത ഹൃദയങ്ങൾ. ഇന്ന് നാം അതേ സ്ഥലത്ത് നിൽക്കുന്നു. ചിലർ വിശ്വാസത്തോടെ, ചിലർ സംശയത്തോടെ, ചിലർ വേദനയോടെ, ചിലർ ഇപ്പോഴും അന്വേഷിക്കുന്നു. പക്ഷെ ഈസ്റ്റർ നമ്മെ ക്ഷണിക്കുന്നു, കാണുന്നതിൽ നിന്ന് വിശ്വസിക്കുന്നതിലേക്ക്. ഈ കല്ലറ പാതി ശൂന്യമല്ല, ഇത് പൂർണ്ണമായും ശൂന്യമാണ്. അതുകൊണ്ടെല്ലാം മാറുന്നു. ജീസസ് ക്രൈസ്റ്റ് ഉയർത്തെഴുന്നേറ്റതിനാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും അന്തിമമല്ല. പാപമല്ല, പരാജയമല്ല, വേദനയല്ല, മരണം പോലുമല്ല. ദൈവം പാതിയായി പ്രവർത്തിക്കില്ല. അവന്റെ സ്നേഹം പൂർണ്ണമാണ്, അവന്റെ ക്ഷമ പൂർണ്ണമാണ്, അവന്റെ ജയം പൂർണ്ണമാണ്. ചരിത്രം കാണിക്കുന്നു, ഒരനുഭവം ജീവിതം മാറ്റാം. മഹാത്മാഗാന്ധി തന്റെ അപമാനത്തെ ഒരു ദൗത്യമായി മാറ്റി. ഒരനുഭവം ഒരു മനുഷ്യനെ മാറ്റിയാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടുമുട്ടൽ എത്ര വലിയ മാറ്റം വരുത്തും. ഇന്ന് നാം ശൂന്യകല്ലറയ്ക്ക് മുന്നിൽ നിൽക്കുന്നു. ചിലർ സന്തോഷത്തോടെ, ചിലർ മറിയം പോലെ ദുഃഖത്തോടെ. പക്ഷെ ഈ കല്ലറ പാതി ശൂന്യമല്ല, ഇത് പൂർണ്ണമായും ശൂന്യമാണ്. അതുകൊണ്ട് നിന്റെ ജീവിതം പുതുതായി തുടങ്ങാം. ദൈവം ഇപ്പോഴും നിന്റെ കഥ എഴുതുന്നു. വലിയ അത്ഭുതങ്ങളിൽ മാത്രമല്ല, നിശബ്ദതയിലും പോരാട്ടങ്ങളിലും സാധാരണ നിമിഷങ്ങളിലും ദൈവത്തെ നാം കാണുന്നു. ഇന്ന് അകലെയിരിക്കരുത്, കല്ലറയിലേക്ക് ഓടുക. നിന്റെ തകർന്ന ഭാഗങ്ങളിലേക്ക് കടക്കുക. അവൻ നിന്റെ കുരുക്കുകൾ അഴിക്കും, നിന്റെ മുറിവുകൾ സൗഖ്യമാക്കും, മരിച്ചുപോയതുപോലെ തോന്നുന്നതിന് ജീവൻ നൽകും. സഹോദരങ്ങളെ, കല്ല് നീങ്ങിയിരിക്കുന്നു, കല്ലറ ശൂന്യമാണ്, മരണം തോറ്റിരിക്കുന്നു. ചോദ്യം ഇനി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റോ എന്നല്ല. ചോദ്യം ഇതാണ്, നീ വിശ്വസിക്കുമോ? നീ മാറുമോ? നീ ഈസ്റ്റർ മനുഷ്യനായി ജീവിക്കുമോ? നീ എങ്ങനെയായാലും വരിക. സന്തോഷത്തോടെയോ വേദനയോടെയോ, ക്രിസ്തു നിന്നെ അവിടെ കണ്ടുമുട്ടും. അവൻ നിന്നെ ഇരുട്ടിൽ വിടുകയില്ല, പുതിയ ജീവിതത്തിലേക്ക് നയിക്കും. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, പ്രത്യാശ ഇനി അടക്കം ചെയ്യപ്പെടുകയില്ല. അല്ലേലൂയ, ആമേൻ.